are you? Hope all of you are fine. I'm Maya Devi from Royal School of English. And today's video is regarding PT. Pearson Test of English. Now PT is accepted for Australia, Canada and even some of the universities even in UK. PT ചെയ്യുമ്പോൾ PTക്കും IELTS അല്ലെങ്കിൽ OET പോലെ തന്നെ സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് ആണുള്ളത്. അല്ലെ സ്പീക്കിംഗ് മറ്റുള്ള ടോപ്പിക്സ് പോലെ അല്ല, ഇത്തിരി ഡിഫറെൻ്റ് ആണ് അല്ലേ. സ്പീക്കിങ്ങിൽ ഇത്തിരി പല കുട്ടികളും പറയുന്ന ഒരു പാടുള്ള സെഷനാണ് റീഡ് അലൗഡ്. അപ്പോൾ PTയുടെ റീഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് പോലെ നമുക്ക് സ്ക്രീനിൽ കാണിക്കുകയാണ് ആസ് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ദെൻ ഒരു 25 സെക്കൻഡ്സ് വരും നിങ്ങൾക്കത് വായിക്കാനായിട്ട്. ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ ബീപ്പ് സൗണ്ട്, ദെൻ യു ഹാവ് ടു റീഡ് ഇറ്റ് ലൗഡ്ലി. ചില കുട്ടികൾ ഭയങ്കര സൗണ്ടിൽ വായിക്കും. അങ്ങനെ ഒത്തിരി ഒച്ചയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നോർമൽ ടോൺ, നോർമൽ വിധത്തിൽ വായിക്കും. പക്ഷേ വായിക്കുമ്പോൾ ഫംബിൾസ് വരാൻ പാടില്ല. PTയുടെ മാക്സിമം സ്കോർ 90 ആണ്. ഒരു 80 എബവ് സ്കോർ ചെയ്യണമെങ്കിൽ നോ ഫംബിൾസ്, ദാറ്റ് ഈസ് 0 ഫംബിൾസ്. 1 or 2 fumbles ആയാൽ 70 above ആവാം. ബട്ട് 65 യൂഷ്വലി സ്റ്റുഡൻസ് ഗോ ഫോർ ഹെൽത്ത് സെക്ടർ ഇൻ ഓസ്ട്രേലിയ നീഡ്സ് 65 ഇൻഡിവിജ്വലി. അവർക്കൊരു 1 or 2 ഫംബിൾസ് ഉണ്ടാക്കാം. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോർ കുറയും. ഫംബിൾസ് മീൻസ് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു പതവിച്ച് വന്നിട്ട് നിന്ന് പോവുകയാണ്. അങ്ങനെ വരാതെ വേണം സ്പീക്കിങ്ങിന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ്. Look at the screen. The series is inspired by iconic machines from around the world which have caught the fancy of enthusiasts over the years. Each machine has a history and story behind it, and we are retelling it in a modern contemporary way. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം. ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ചില വേർഡിൽ വരുമ്പോൾ നമുക്കൊരു പതിരിച്ച വന്നു കഴിഞ്ഞാൽ ആ വേർഡ് ഒന്ന് കളയുന്നു. ഇപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ ദി സീരീസ് ഈസ് ഇൻസ്പയർഡ് ബൈ ഐക്കോണിക് മെഷീൻസ് ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ് എന്ന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐക്കോണിക് മെഷീൻസ് ഫ്രം ദ വേൾഡ് വിച്ച് ഹാവ് ഗോട്ട് ദ ഫാൻസി ഓഫ് enthusiasts over the years. Each machine has history and story behind it, and we are it in a modern contemporary way. We are retelling it in a modern ആണ് ടാസ്കിൽ തന്നിരിക്കുന്നത്. വിട്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ബെറ്റർ ഫ്ലുവൻസി ആൻഡ് യു വിൽ സ്കോർ ഹയർ. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആവുന്നില്ല, വായിക്കുന്ന ഭാഗം ഫ്ലുവൻ്റ് ആയിട്ട്. പിന്നെ ഫുൾ സ്റ്റോപ്പിൽ മാത്രം നിർത്തിയാൽ മതി. ഈച്ച് ആൻഡ് എവറി കോമ വരുന്ന സൈഡിൽ നിർത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് റീഡ് അലൗഡിന് 90 സ്കോർ ചെയ്യാവുന്നതാണ്. 70 എബവ് അല്ലെങ്കിൽ 85 എബവ് സ്കോർ ചെയ്യുന്നതിന് വേണ്ടി വിതൗട്ട് ഫംബിൾസ് ഇല്ലാതെ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും. ആൻഡ് ട്രൈ ടു പ്രാക്ടീസ് നിയർലി 7 or 8 times with this read aloud questions in the different platforms, or take any kind of a book with you and read it loudly. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റീഡ് അലൗഡ് ഭംഗിയാക്കി സ്കോർ ചെയ്യാം. Hope you find it understanding. Hope you understood how read aloud can be scored. Listen to further videos regarding PT and try to score higher. Thank you.